Dear student, Assalamu alaikum. Let us continue our chapter pair of linear equation in two variables. Previous class we discussed substitution method of pair of linear equation. Substitution method ലൂടെ സോൾവ് ചെയ്യണം അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടുഡേ ക്ലാസ് എന്താണ് പറയുന്നത്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എലിമിനേഷൻ മെത്തേഡ്. എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, ബട്ട് ബിഫോർ ദാറ്റ് യു ജസ്റ്റ് ടേക്ക് example 2, page number 42. Okay, based on substitution method ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, example 2, page number 42. Okay, what is the question? Romila went to a stationery shop and purchased 2 pencils and 3 erasers for 9 rupees. Her friend Sonali saw the new variety of pencils that questions. Okay, അതിലെ ഇക്വേഷൻസ് നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇക്വേഷൻസ് എന്താണ്? 2x plus 3y equal to 9. 2x plus 3y equal to 9. 2x plus 3y equal to 9. 4x plus 6y equal to 4x plus 6y equal to 4x plus 6y equal to 18. 4x plus 6y equal to 18. ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ് ബൈ എലിമിനേഷൻ മെത്തേഡ്. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ സോൾവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മൂവ് ചെയ്യാം ഏതിലോട്ട്? എലിമിനേഷൻ മെത്തേഡിലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷന് എക്സോ വൈയോ ഡിറൈവ് ചെയ്യും, എന്നിട്ട് അത് മറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എക്സോ വൈയോ കണ്ടുപിടിച്ചു ഇല്ലേ, എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ ഇക്വേഷനിൽ കൊടുത്തിട്ട് മറ്റേ വേരിയബിളും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എക്സ് സോൾവ് ചെയ്യാം അല്ലേ. എക്സ് ഇത് വരും 2x ഈക്വൽ ടു 9 മൈനസ് 3y. ഇവിടുന്ന് x ഈക്വൽ ടു 9 മൈനസ് 3y ബൈ 2. x ഈക്വൽ ടു 9 മൈനസ് 3y ബൈ 2. ഓക്കെ, ദെൻ നമുക്കിവിടെ ഈ എക്സ് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഇക്വേഷനിലെ എക്സിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4x മീൻസ് 4 ഇൻറ്റു 9 മൈനസ് 3y ബൈ 2 പ്ലസ് 6y ഈക്വൽ ടു 18. യെസ്, ദെൻ നെക്സ്റ്റ് 4നെയും 2നെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 4നെയും 2നെയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ then 2 into 9 18 minus 2 into 3y 6y plus 6y equal to 18 minus 6y plus 6y cancel അല്ലേ, അത് എലിമിനേറ്റ് ആയി പോകും. then 18 equal to 80. ഫൈനൽ ആൻസർ 18 equal to 80. ഈ ഒരു കേസ് വന്നാൽ, ഫൈനൽ ആൻസറിൽ ഇങ്ങനെ ഒരു കേസ് വന്നാൽ എന്താണ് ഇവിടുത്തെ മീനിങ്? പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ ഫൈനൽ ആൻസറിൽ എങ്ങനെ വരുന്നത്? 18 ഈക്വൽ ടു 80. ഇങ്ങനെയൊരു കേസിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? യെസ്, ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ്. അതായത് സ്പെസിഫിക് വാല്യൂ വൈന് ഇവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു സ്പെസിഫിക് വാല്യൂ നമുക്ക് ഇവിടെ വൈന്ന് കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ 18 ഈക്വൽ ടു 80 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാം എന്ത്? ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ. ഈ കേസിൽ എന്താണ്? ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ, നോട്ട് ദ പോയിന്റ്സ്. This statement is true for all values of y. This statement is true for all values of y. We do not get a specific value of y as a solution. We do not get a specific value of y as a solution. Therefore, we cannot obtain a specific value of x. Therefore, we cannot obtain a specific value of x. This equation has
arisen because both the given equations are the same. Therefore, equations 1 and 2 have infinitely many solutions. Equation 1 and 2 have infinitely many solutions. Infinitely many solutions. Okay. Then, write this question. Solve 2x plus 3y equal to 11. Solve 2x plus 3y equal to 11. Solve 2x plus 3y equal to 11. 2x plus 3y equal to 11. And 2x minus 4y equal to minus 24. 2x minus 4y equal to minus 24. And hence find the value of m. And hence find the value of m. Find the value of m for which y equal to mx plus 3. Y equal to mx plus 3. ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ദെൻ സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഓക്കെ വിച്ച് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് 3. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് 3 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്താണ്? ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ മീൻസ് ഇത് സോൾവ് ചെയ്യണം അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ട് ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ 2x plus 3y equal to 11, 2x equal to 11 minus 3y. Okay, then x equal to 11 minus 3y by 2. Put this x in equation number 2. Okay, 2 into x means 2 into 11 minus 3y by 2 minus 4y equal to minus 24. Then simplify then 11 minus 3y minus 4y equal to minus 24. Okay, then minus 3y minus 4y minus 7y equal to minus 24. Then minus 7y equal to minus 24 plus minus 11. Minus 24 minus 11. Okay, then minus 7y equal to minus 35. Okay, then y equal to minus 35 by minus 7, 5. Okay, y equal to 5. Then what is the value of m? ഇവിടെ y-ന്റെ പ്ലേസിൽ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് എക്സ് സോൾവ് ചെയ്യണം അല്ലേ? y ആണ് കിട്ടിയത്, ഇനി എക്സ് സോൾവ് ചെയ്യണം. y കിട്ടിക്കഴിഞ്ഞാൽ എക്സ് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാൽ മതി? നമുക്കറിയാം വി നോ ദാറ്റ് x ഈക്വൽ ടു 11 മൈനസ് 3y ബൈ 2. x ഈക്വൽ ടു 11 മൈനസ് 3y ബൈ 2. Therefore 11 minus 3 into y means 5 all divided by 2 equal to 11 minus 3 into 5, 15 all divided by 2. Okay, then 11 minus 15 minus 4 by 2 equal to minus 2. Yes, minus 2 value x. Okay, then next put x and y in this equation. Y equal to mx plus 3. Y means 5. 5 equal to m. m ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ m into x minus 2 plus 3. Okay, then minus 2m plus 3. Then 5 minus 3 equal to minus 2m. Okay, then 5 minus 3, 2 equal to minus 2m. Here m equal to m equal to minus 1. m equal to minus 1. Okay, m equal to minus 1.
Clear? Then next. Let us move the next topic, elimination method. നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, yes, take a question. The ratio of incomes of two persons is 9:7. 9:7. 9:7. And the ratio of the expenditure is, and the ratio of the expenditure is 4:3. 4:3. 4:3. Full stop. If each of them manage to save 2,000 rupee per month. 2,000 rupee per month. 2,000 rupee per month. Find their monthly incomes. Find their monthly incomes. Find their monthly incomes. Okay. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എലിമിനേഷൻ മെത്തേഡ്. എലിമിനേഷൻ മെത്തേഡിലൂടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടല്ലോ. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, എലിമിനേഷൻ മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആക്കി ഫോം ചെയ്യണം. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആക്കി ഫോം ചെയ്യണം. ട്രൈ. ഇങ്ങനെ വരും. ഇൻകം തമ്മിലുള്ള റേഷ്യോ 9:7. എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള റേഷ്യോ 4:3. മാനേജ് അവർ സേവ് ചെയ്യണതിൽ ഇഫ് ഈച്ച് ഓഫ് ദ മാനേജ് ടു സേവ് 2,000 rupee per month. അപ്പോൾ ഒരു നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? യെസ്, ലെറ്റ് us denote the income of two person 9x and 7x. Okay, and the expenditure 4y and 3y. ഇൻകം തമ്മിലുള്ള റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഇൻകം നമുക്ക് എന്തായിട്ട് എടുക്കാം? 9x-ഉം 7x-ഉം. എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള റേഷ്യോ 4:3 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവർ നമുക്ക് എക്സ്പെൻഡിച്ചർ 4y 3y എടുക്കാം. ഇനി അവർ സേവ് ചെയ്യുന്നത് പെർ മന്ത് 2,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഫസ്റ്റ് ആളത് 9x minus 4y equal to 2,000. ഇപ്പോൾ തന്നെ 7x minus 3y equal to 2,000. രണ്ട് ഇക്വേഷനായി. ഓക്കെ, ഇനി നോക്കിക്കോളൂ എലിമിനേഷൻ മെത്തേഡ്. എന്താണ് എലിമിനേഷൻ മെത്തേഡ്? ഓക്കെ, ലുക്ക്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ടേം സെയിം ആക്കിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. എലിമിനേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പോകും. രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും വേരിയബിൾ ടേമിന് നമ്മൾ സെയിം ആക്കുക. എന്നിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടോ ആഡ് ചെയ്തിട്ടോ ആ ടേം നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വൈ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക നമുക്ക് ഇവിടെ 4y ഇവിടെ 3y. അപ്പോൾ ഇവിടെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12y ആവും. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12y ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 1 with 3. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? 3 into 9x minus 3 into 4y equal to 3 into 2,000. ഇതിന് നമുക്ക് 4 ഉണ്ട്. 4 into 7x minus 4 into 3y equal to 4 into 2,000. ഓക്കെ, അപ്പോൾ ഇവിടെ 3 into 9x 27x 12y equal to 6,000. Equation number 3. Then 28x minus 12y equal to 8,000. Fourth equation. അപ്പോൾ നമുക്കൊരു തേർഡും ഫോർത്ത് ഇക്വേഷൻസ് കിട്ടി. ഇതിനെ
നമ്മൾ ഇവിടെ വൈൻ്റെ വേരിയബിൾ ടേം സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യേണ്ടത്? ഈ ഇക്വേഷനിൽ നിന്ന് സബ്ട്രാക്ട് തേർഡ് ഇക്വേഷൻ ഫ്രം ഫോർത്ത് ഇക്വേഷൻ. നെക്സ്റ്റ് ചെയ്യേണ്ടത് സബ്ട്രാക്ട് തേർഡ് ഇക്വേഷൻ ഫ്രം ഫോർത്ത് ഇക്വേഷൻ. അതായത് 2x minus 28x minus 27x 28x minus 27x x 1x minus 12y minus 12y minus 12y minus 12y minus 12y plus 12y 0. y-ന്റെ ടേം എലിമിനേറ്റ് ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് x equal to 8,000 minus 6,000 3,000 sorry 2,000 x equal to 2,000. അത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? എക്സിൻ്റെ വാല്യൂ കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? വൈൻ്റെ വാല്യൂ കിട്ടണം. ഓക്കെ, എക്സിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈൻ്റെ വാല്യൂ. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് എക്സ് ഇൻ ദിസ് ഇക്വേഷൻ. ഓക്കെ, എക്സ് കൊടുക്കാം 9 into x 9 into 2000 minus 4y equal to 2000. Okay, 18,000 minus 4y equal to 2000. Then 4y equal to 18,000 minus 2000. Y ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? ട്രൈ ഓൺ യുവർ നോട്ട്ബുക്സ്. യെസ്, നോട്ട് ദ വാല്യൂ ഓഫ് y. യെസ്, y equal to 4,000. y equal to 4,000. Okay, y equal to 4,000 and x equal to 2,000. Then answer ആയല്ലോ. എന്താ ചോദിച്ചത് നമ്മളോട്? ഫൈൻഡ് ദി മന്ത്ലി ഇൻകംസ്. ഫൈൻഡ് ദി മന്ത്ലി ഇൻകംസ്. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടിയില്ലേ? ഫൈൻഡ് ദി മന്ത്ലി ഇൻകംസ് നമുക്ക് പറയുമ്പോൾ മന്ത്ലി ഇൻകം 9x. ഓക്കെ, ദെൻ 7x. യെസ്, 18,000 and 14,000 respectively. Okay, the next question. Your activity: use elimination method to find all possible solutions of the following pair of linear equations. Following pair of linear equations. Following pair of linear equations. Use elimination method to find all possible solutions of the following pair of linear equations. 2x plus 3y equal to 2x plus 3y equal to 8. 2x plus 3y equal to 8. 4x plus 6y equal to 7. 4x plus 6y equal to 7. 4x plus 6y equal to 7. Find the value of x and y using elimination method. Okay, find the result. Means values of x and y. Then mark your homework. Exercise 3.4. Exercise 3.4. Question number 1 and from 2, 4 and 5th. Okay. Dear students, then one more questions for elimination method. Take the sum of two-digit number and the number obtained by revising the digit
is 66. Full stop. If the digits of the number differ by 2, find the number. How many such numbers are there? Sum of two-digit number and the number obtained by revising the digit is 66. If the digits of the number differ by 2, find the number. How many such number are there? Then let us take the unit digit of the number is x. Okay, and then 10th digit are y. Okay, unit digit x and the 10th digit y. Or unit digits y and the 10th digit x. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ 10th digit എക്സ് ആയിട്ടെടുത്തു, യൂണിറ്റ് ഡിജിറ്റ് വൈ ആയിട്ടെടുത്തു. ദ നമ്പർ വിൽ ബി എങ്ങനെയാണ് വരിക? നമ്പർ പറയാമല്ലോ, എക്സ്പാൻഡഡ് ഫോം നമ്പർ 10x + y. ആ 2 ഡിജിറ്റ് നമ്പർ ഇങ്ങനെയല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എക്സ്പാൻഡഡ് ഫോമിൽ. യൂണിറ്റ് പ്ലേസിൽ y, 10th പ്ലേസിൽ x. അപ്പോൾ ആ 2 ഡിജിറ്റ് നമ്പർ 10x + y. ഇനി ഇതിൻ്റെ റിവേഴ്സ് എന്താ പറഞ്ഞത്? പിന്നെ yes, number obtained by revising the digits. Number obtained by revising the digit എങ്ങനെ വരും? അപ്പോൾ number obtained by revising the digits. Number obtained by revising the digits means യൂണിറ്റ് പ്ലേസിലേക്ക് x വരും, 10th പ്ലേസ് യൂണിറ്റ് പ്ലേസിലേക്ക് 10th പ്ലേസിലേക്ക് y വരും, യൂണിറ്റ് പ്ലേസിലേക്ക് x വരും. യൂണിറ്റ് പ്ലേസിലേക്ക് x വരും, 10th പ്ലേസിലേക്ക് y വരും റിവേഴ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ 2 ഡിജിറ്റ് നമ്പർ എങ്ങനെ വരും? 10y + x അല്ലേ? റിവൈസ് obtained by revising the digits. ഡിജിറ്റുകൾ റിവൈസ് നമ്മൾ നേരെ തിരിച്ച് വരുമ്പോൾ ഇങ്ങനെയല്ലേ വരിക? 10y + x. ദെൻ ഗിവൺ കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഇതിൻ്റെ രണ്ടിൻ്റെയും സം ഈക്വൽ ടു 66. 10x + y plus 10y plus x equal to 66. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 10x plus x 11x, y plus 10y 11y equal to 66. Okay, then 11 കോമൺ ഫാക്ടർ 11 നമ്മൾ ബ്രാക്കറ്റിന് പുറത്ത് വരുമ്പോൾ 11 into x plus y equal to 66. Okay, then x plus y equal to 66 by 11 equal to 6. X plus y equal to 6. First equation. Then second equation നമ്മൾ എവിടുന്ന് കിട്ടും? Second equation, yes, if the digits of the number differ by 2. Digits of the number differ by 2. ഡിജിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡിജിറ്റുകൾ എക്സും വൈ ആണല്ലോ അല്ലേ? അപ്പോൾ ഒരു കേസ് എന്താണ്? x - y 2 ആവാം, ഓർ y - x 2 ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് x - y ഒരു സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ട് അതും ഇതും സോൾവ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഇതുമായിട്ട് എടുത്തിട്ട് നമുക്ക് പാരലൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം, എക്സും വൈയും കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ മീൻസ് x + y = 6 എന്നുള്ള ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. ഒരു രണ്ട് കേസിൽ നമുക്ക് എക്സും വൈയും കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത് എന്ത്? എങ്ങനെയാണ് നമുക്ക് ചോദിച്ചാൽ ഹൗ മെനി
such numbers are there. How many such numbers are there? Okay. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2. സിമ്പിൾ രണ്ട് ഇക്വേഷൻ അല്ലേ? എലിമിനേഷൻ മെത്തേഡ് സോൾവ് ചെയ്യാൻ നമുക്ക് ഇവിടെ എന്താണ്, വൈയും രണ്ട് ഇക്വേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈൻ്റെ ടേം ക്യാൻസൽ ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, എക്സ് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് എലിമിനേറ്റ് ചെയ്ത് പോകും. ദെൻ നമുക്ക് വൈ സോൾവ് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കാം, എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടും. എന്നിട്ട് നിങ്ങൾ നമ്പറിനോ കണ്ടുപിടിക്കുക കേട്ടോ. ഫൈൻഡ് ഔട്ട് ദി നമ്പർ. ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? ഓക്കെ, താങ്ക് യു. Then see you tomorrow class. Okay, thank you.